ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതായത്. പവർ കട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ കാണാതെ പോയ തീപ്പെട്ടിയും മെഴുതിരിയൊക്കെ വാങ്ങിച്ച് കരുതിക്കൊള്ളുക. UDF ഭരണമാണ്. ഇപ്പം ഒരു ദിവസം 5 തവണ 6 തവണയൊക്കെയാണ് പവർ കട്ട്. മറ്റേ നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു അരമണിക്കൂർ പവർ കട്ട് ഒരു ദിവസം. പവർ കട്ട് വിഷയത്തിൽ പ്രതികരിക്കാൻ വന്ന ഗണേഷ് കുമാർ, മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇപ്പം ഏറിലായിരിക്കുകയാണ്. അപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെ പഴയ കാലത്തെ പോലെ ഒരു തീപ്പെട്ടിയും മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയൊക്കെ എടുത്തു വെച്ചോ, ഇതൊരു വെറൈറ്റി പവർ കട്ടാണ് ആണെന്നാണ് പറഞ്ഞ് ഇപ്പം UDF സർക്കാരിനെ ഗണേഷ് കുമാർ പരിഹസിക്കുന്നത്. ഇപ്പോഴത്തെ പവർ കട്ട് മുമ്പേ ഇരുന്ന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്ന അഭിപ്രായമുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 10 കൊല്ലം ഇതിനു വേണ്ടിയിട്ടൊരു പരിഹാരം കണ്ടെത്താത്തത് കൊണ്ടാണ് ഇപ്പം ഈ UDF സർക്കാർ അധികാരത്തിൽ, മുമ്പേ ഉള്ള LDF സർക്കാർ ഇതിനു വേണ്ടിയിട്ടൊരു പരിഹാരം കണ്ടെത്താത്തത് കൊണ്ടാണ് ഇപ്പം ഉള്ള UDF സർക്കാർ കയറി ഒരു 3 മാസത്തിനകം, ഇപ്പം കയറിയിട്ട് 2 മാസം ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 മാസം കൊണ്ട് ജനങ്ങളിപ്പം പവർ കട്ട് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നതിന് കാരണമാണ് എന്ന് ഉള്ള ആളുകൾ, അങ്ങനെ ഒരു തോന്നലുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ തോന്നിയ ആളുകൾ, മുമ്പത്തെ സർക്കാർ വല്ലതും ചെയ്തായിരുന്നെങ്കിൽ ഇപ്പം ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. കാരണം എത്ര ആളുകൾ അതിനോട് യോജിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, ഇപ്പം ഗണേഷ് കുമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 കൊല്ലം പവർ കട്ട് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 10 കൊല്ലം പവർ കട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലവും പവർ കട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തുടരെയുള്ള ഇടവിട്ടുള്ള പവർ കട്ട് ആയപ്പോഴത്തേക്ക്, ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള പവർ കട്ട് ആയപ്പോഴത്തേക്ക് ആളുകൾക്ക്, സാധാരണയായിട്ട് ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി. പവർ കട്ടില്ലെന്നല്ല, പവർ കട്ട് ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച സർക്കാർ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഈ ഒരു പവർ കട്ട് ജനങ്ങൾ ഈ ഒരു ദുരിതം അനുഭവിക്കേണ്ട വരുമായിരുന്നു? ഉറപ്പായിട്ടുമില്ല. ഓക്കെ, എന്നാലും ഞാൻ വീഡിയോയിലേക്ക് പോകാൻ ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം ഞാൻ വെച്ച് തരാം. ഞാനിനി ഇവിടെ ഒരു പോസ്റ്റ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതിരുന്നത്. ഓണപ്പരീക്ഷ വരാനിരിക്കുന്നു, ജനങ്ങളെ ഇട്ട് അമ്മാനമാടരുത്. സർക്കാർ തയ്യാറെടുപ്പ് നടത്തിയില്ല പിണറായി വിജയൻ. വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിരുന്ന സമയത്തും പവർ കട്ട് ഉണ്ടായിരുന്നു അല്ലേ? എത്ര ആളുകൾ KCB ഓഫീസിൽ പോയി, എത്ര പ്രവർത്തകർ പ്രതിഷേധം വരെ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുകയായിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ യൂട്യൂബിലുണ്ട്, സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനെന്താ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ ഇതിനെന്താണ് വേണ്ടുന്നൊരു പരിഹാരം. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച സർക്കാരിന് ഇതിനെ പറ്റിയിട്ടൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല. ഇനിയുള്ള ഗവൺമെൻറ്റിനെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? UDF വന്നപ്പോഴാണ് പവർ കെട്ടില്ലാത്തത്, LDF വന്നപ്പോഴാണ് പവർ കെട്ടില്ലാത്തത്, അല്ലെ ഞങ്ങൾ ഭരിച്ചപ്പോഴാണ് പവർ കെട്ട് മാറ്റിയത്, കറണ്ട് എല്ലാവർക്കും എല്ലാ ദിവസവും കൊടുത്തത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാരമാണ് കണ്ടെത്തേണ്ടത് അല്ലേ? ഞാനിനി ഇവിടെ ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം വെച്ച് തരാം. അതിനുശേഷം പിണറായി വിജയൻ പറയുന്നതും കൂടെ ഞാൻ വെച്ച് തരാം. ഓക്കെ, അതിനുശേഷം 1-2 വീഡിയോസും കൂടെ ഞാൻ വെച്ച് തരാം. എന്തായാലും ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം അതിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഗണേഷ് കുമാറിനെതിരെയായിട്ട് ഏറിൽ കയറ്റി വിടുന്ന കമൻറ്റുകളാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം ഒന്ന് കണ്ടു. ഓക്കെ, പവർ കട്ട് എന്നതിനെ വിശേഷിക്കുകയാണ്. UDF ഭരിക്കുന്നത് കൊണ്ടും സന്തോഷിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രി ഉള്ളത് കൊണ്ടും ഇത് ഒരു പവർ കട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ കാണാതെ പോയ തീപ്പെട്ടിയും മെഴുതിരിയൊക്കെ വാങ്ങിച്ച് കരുതിക്കൊള്ളുക. UDF ഭരണമാണ്. ഇപ്പം ഒരു ദിവസം 5 തവണ 6 തവണയൊക്കെയാണ് പവർ കട്ട്. മറ്റേ നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു അരമണിക്കൂർ പവർ കട്ട് ഒരു ദിവസം. കഴിഞ്ഞ 10 വർഷവും പവർ കട്ടില്ലാതെ മുന്നോട്ട് പോകാൻ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. തമാശയായിട്ടാണ് തോന്നിയത്. ഇതൊരു പവർ കട്ടല്ല. UDF ഭരിക്കുന്നതുകൊണ്ട് ഇത് പവർ കട്ടെന്നതിന് പേര് പറയാൻ പറ്റത്തില്ല. കാരണം സാധാരണ ഈ പവർ കട്ട് വളരെ 9 മണി മുതൽ 9:30 വരെ, അല്ലെങ്കിൽ 10 മുതൽ 10:30 വരെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് പുതിയ വിചിത്രമായ പവർ കട്ടാണ്. 8:15 മുതൽ 8:45 വരെ, പിന്നെ രാത്രി 9:15 മുതൽ 9:45 വരെ. പല സ്ഥലത്ത് പല രീതിയിലാണ്. അപ്പം പവർ കട്ട് എന്നതിനെ വിശേഷിക്കുകയാണ്. UDF ഭരിക്കുന്നത് കൊണ്ടും സന്തോഷിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രി ഉള്ളത് കൊണ്ടും ഇത് ഒരു പവർ കട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ രാത്രി 10:30 മണിക്ക് 10:45 പോവുകയും 11:15 11:30 അടിച്ച് 11:25 10:50 മുതൽ പവർ കട്ട്. അങ്ങനെ വിചിത്രമായ പവർ കട്ടാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും അണയ്ക്കാം.
തോന്നുമ്പോൾ അണയ്ക്കാം. ഇപ്പം ഒരു ദിവസം 5 തവണ 6 തവണയൊക്കെയാണ് പവർ കട്ട്. മറ്റേ നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു അരമണിക്കൂർ പവർ കട്ട് ഒരു ദിവസം, അല്ലെങ്കിൽ 2 തവണയായിട്ട് അതിൽ കൂടുതൽ കണ്ടിട്ടേ ഇല്ല. ഒരു തവണ അരമണിക്കൂർ പവർ കട്ടാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 1, 2, 3 മണിക്കൂർ പവർ കട്ടാണ്. അതിന് ന്യായങ്ങൾ സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. അത് മനസ്സിലാവുന്ന അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇത് സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. ഒരു സർക്കാരിൻ്റെ നാണംകെട്ട അവസ്ഥ എന്നേ പറയാനൊക്കെ. ഫുട്ബോളിൻ്റെ ഫൈനൽസൊക്കെ വരുമ്പോൾ ലൂസേഴ്സ് ഫൈനലും ഫൈനലിസും വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ദ്രോഹം ചെയ്യാതിരിക്കുന്നതാണ് സർക്കാരിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മെഴുതിരി യൂണിറ്റ് തുടങ്ങുക മാത്രമല്ല, എല്ലാവരും മെഴുതിരി വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുന്നതാണ്. തീപ്പെട്ടിയും നമ്മൾ കാണാതെ പോയ തീപ്പെട്ടിയും മെഴുതിരിയൊക്കെ വാങ്ങിച്ച് കരുതിക്കൊള്ളുക. UDFൻ്റെ ഭരണമാണ്. പവർ കട്ട് 5 മണിക്കൂർ പോയാലും ചിരിക്കുന്ന മന്ത്രിമാരും പുഞ്ചിരിക്കുന്ന മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് കഴിഞ്ഞുകൂടാം. ഇവിടെയൊക്കെ മഴയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ മഴ എന്ന് തോന്നാറുണ്ട്. കാരണം കഴിഞ്ഞ മാസം മുഴുവൻ മഴയുണ്ടായിരുന്നു. പക്ഷേ ഈ UDFന് അത് മഴയായിട്ട് കൺസിഡർ തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അതിപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്നതൊന്നും മഴയല്ല എന്ന് പറഞ്ഞാൽ ഇത് മഴയുടെ ഒന്നുമല്ല, പിടിപ്പുകേടാണ്. ഇത് കേൾക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലം ഇനി ആര് ഭരിച്ചാലും, അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട്, ഇനി അങ്ങോട്ട് ആര് ഭരിക്കുന്നുവോ അവർക്കെങ്കിലും വേണ്ടിയിട്ട് ഇതൊന്ന് ഈസിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പവർ കട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അതല്ലാതെ കുറേ അനാവശ്യമായിട്ട് കുറേ സംഭവങ്ങൾ 10 കൊല്ലം കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ വേണ്ടാത്ത കുറേ സാധനങ്ങൾ അല്ലേ, ഈ കുടിവെള്ളം പോലുള്ള സാധനങ്ങൾ, വരൾച്ച വരുന്ന സമയത്ത് കുടിവെള്ളം എത്തിക്കാനുള്ള, കുടിവെള്ളം വ്യാപിപ്പിക്കാനുള്ള പരിപാടികൾ, അതുപോലെ ഈ പവർ കട്ട് നിയന്ത്രിക്കാനുള്ള പരിപാടികൾ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് 10 കൊല്ലം ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ ചുമ്മാ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെളിവാറി എറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളിരുന്ന സമയത്താണ് പവർ കട്ട് ഇല്ലാതിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുണ്ടായിരുന്ന സമയത്താണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. അപ്പം എല്ലാവരും എന്തായാലും എല്ലാ കമൻറ്റുകളും ഗണേഷ് കുമാറിനെ എയറിലോട്ട് കയറ്റി വിടുന്ന കമൻറ്റുകളാണ് ഇട്ടിട്ടുള്ളത്. ഉസ്മാൻ മീനിൽ കേശവൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഇട്ടേക്കുന്നത്, എടാ എംബോക്കി, കഴിഞ്ഞ സർക്കാർ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ കാണുന്നത്. പിണറായി വിജയൻ സർക്കാർ ഒന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കറണ്ട് കട്ട് വരുന്നത്. അത് ഇന്ത്യയിൽ മൊത്തം ഉണ്ടടാ. എന്നിട്ട് ഒരു ഡാഷ് ചീത്തയും കൂടെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു കമൻറ്റ് സന്തോഷ് തുളസിദാസ് എന്ന് പറഞ്ഞ പുള്ളി ഇട്ടേക്കുന്നത്, പവർ കട്ട് എന്നുള്ള പേര് മാറ്റിയിട്ടുള്ള കട്ടായിരുന്നു LDF നടത്തിയിരുന്നത്. അന്നും കറണ്ട് കട്ട് ഉണ്ടായിരുന്നു. വൈദ്യുതി നിയന്ത്രണം എന്ന ഓമന പേരിലായിരുന്നു അന്ന് കട്ട് ചെയ്തിരുന്നത്. അന്നും കട്ടുണ്ടായിരുന്നു, പവർ കട്ട് അന്നും ഉണ്ടായിരുന്നു. നമ്മളന്ന് ഒരുപാട് KCB ഓഫീസിനകത്ത് കയറിയിട്ട് ഒരാളുകൾ പ്രതിഷേധം കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഒരു സർക്കാർ കയറി ഒരു 2 മാസം ആവുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ട് മാത്രമല്ല ഈ ഒരു ഇത് പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ. അവർക്ക് സമയം കൊടുക്കണം അല്ലേ? പിന്നെ കറണ്ട് പോകുന്നത് നല്ല ഏർപ്പാടും അല്ല. അത് ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളുള്ള വീടുകളുണ്ട്, പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്നല്ല, നല്ല രൂക്ഷമായിട്ടുള്ള പവർ കട്ടുണ്ട്. പക്ഷേ മുമ്പേ ഉള്ള ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്ത് വെച്ചാലല്ലേ ഇപ്പം അതിനൊരു പരിഹാരമാകത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വിശ്വാംബരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളി ഇട്ടേക്കുന്ന പവർ കട്ട് സമയത്ത്, ഓക്കെ അത് വേണ്ട, ആ ഒരു കമൻറ്റ് വായിക്കുന്നില്ല. അടുത്ത കമൻറ്റ് രേഷ്മ മഹേഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയിൽ നിന്ന്, പത്തനാപുരത്ത് എവിടെയോ പ്രസംഗിച്ചപ്പോൾ കറണ്ട് പോയി എന്നും പറഞ്ഞ് സാർ വിഷയം ഉണ്ടാക്കിയിരുന്നല്ലോ. പത്തനാപുരത്ത് പണ്ട് കാലം മുതലേ മഴ മാനത്ത് കണ്ടാൽ പിന്നെ കറണ്ടില്ലായിരുന്നു, മറന്നുപോയോ? പത്തനാപുരത്ത് തന്നെ അല്ലായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം മഴയിൽ നിന്ന് എഴുതി കാണിക്കണ്ട, അപ്പോഴേ കറണ്ട് പോകുമായിരുന്നു. അത് സത്യമായിരുന്നു കേട്ടോ. പിന്നെ മഴയെല്ലാം കഴിഞ്ഞിട്ടാണ് കറണ്ട് വരുന്നത്. ഓക്കെ, ഇവിടെ കുറ്റപ്പെടുത്തുമല്ല, പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ ഇതിനൊരു പരിഹാരം, സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത്. അടുത്തൊരു കമൻറ്റ്, മോനെ ഈ 10 കൊല്ലം വരച്ചിട്ട് ഭാവിയിൽ ഈ പവർ കട്ട് ഇല്ലാതാക്കാനുള്ള ഒരു സംവിധാനവും നിങ്ങൾ ചെയ്തു വെക്കാതെ ഇന്നലെ ഭരണത്തിൽ കയറി UDFനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഗുണേഷാണ്. അത് നല്ലൊരു കമൻറ്റ് കേട്ടോ. പുള്ളി പറഞ്ഞതിൽ നല്ല കാര്യമുണ്ട്. അബ്ദുൾ സമദ് PC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയിൽ നിന്ന് ഇട്ടേക്കുന്നത്. ഇനി ഒരു കമൻറ്റും കൂടെ, കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഇല്ലായിരുന്നു. ആ കഴിഞ്ഞ 10 വർഷത്തിൽ ആണ് കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത പ്രളയം സംഭവിച്ചത്. ആ ക്രെഡിറ്റ് കൂടി അങ്ങോട്ട് എടുത്തോളൂ ഗണേഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോം ജോസ് കമൻ്റ് ഒന്നും ഞാൻ ഇവിടെ വയ്ക്കുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ പിണറായി വിജയൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. പിണറായി വിജയൻ പവർ കട്ടുമായിട്ട് പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാൻ ആദ്യം പോസ്റ്റിനകത്ത് വായിച്ച സംഭവം തന്നെ. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ വൈദ്യുതിയുടെ കാര്യത്തിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, ഏത് ഗവൺമെൻറ് അധികാരത്തിലുണ്ടായാലും. അത്തരം ഘട്ടങ്ങളിലെല്ലാം എവിടെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അവിടെയുള്ള ഉപയോക്താക്കളെ മുൻകൂട്ടി അറിയിക്കുന്ന നിലപാട് സ്വീകരിക്കും. ഇവിടെ സംഭവിക്കുന്നത് തീർത്തും വ്യത്യസ്തമായൊരു നിലയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതായത്. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുകയാണ്. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, ഓണപ്പരീക്ഷയുടെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. ഈ വൈദ്യുതി കട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാത്തതല്ല സർക്കാരിന്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുൻകൂറായി സ്വീകരിച്ചില്ല എന്നതാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയ ദൗർബല്യം. കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ചൊരു മുഖ്യമന്ത്രിയാണ് ഇത് വന്നിരുന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലം ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഇത് സെറ്റ് ചെയ്തിട്ടായിരുന്നു ഇത് വന്നിരുന്ന് പറയുന്നതെങ്കിൽ അതിന് കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് ഉണ്ടായിരുന്നെങ്കിലൊന്ന് പറയാം അല്ലേ. കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച ഒരു മുഖ്യമന്ത്രിക്ക് അത് കറണ്ട് പവർ കട്ടിൻ്റെ ഒരു സംവിധാനം നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ സാധിച്ചില്ല. അതിനുശേഷം അടുത്തൊരു സർക്കാർ ഭരണത്തിൽ വന്ന് 1 മാസം ആവുന്നതിന് മുമ്പേ ആ സർക്കാരിനെ എടുത്തങ്ങോട്ട് ഏറിക്കയറ്റി വിടാനുള്ള പരിപാടി നോക്കിയതാണ്. പക്ഷേ പിണറായി വിജയൻ തന്നെയാണ് ഏറിപ്പോയിട്ടുള്ളത്. ഞാനിവിടെ ശീതളസ്യത്തിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശീതൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ ഇവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നമസ്കാരം. നമ്മുടെ നാട്ടിലിപ്പോൾ പവർ കട്ടുണ്ട്, കടുത്ത പവർ കട്ടുണ്ട്. അതിനൊരു സംശയവുമില്ല. അതിനെ ഇന്ദിരാ കട്ടെന്നോ രാജീവ് കട്ടെന്നോ എങ്ങനെ പരിഹസിച്ചാലും കുഴപ്പമില്ല. കഴിഞ്ഞ ഭരണക്കാരുടെ കയ്യിലിരിപ്പിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കടുത്ത ഒരു പവർ കട്ടിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യമൊന്നും അറിയാത്ത ആളുകളല്ല മലയാളികൾ. ആ യാഥാർത്ഥ്യം അങ്ങനെ പകൽ പോലെ നിലനിൽക്കുമ്പോൾ തന്നെ ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പ് മാറാത്ത പഴയ രായാവ് ഇന്നലെ ഒരു പ്രസ്താവന നടത്തുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. ലോകത്തൊരാൾക്കും അനുഭവിക്കേണ്ടി വരാത്ത വിധി ഏൽക്കേണ്ടി വന്ന ഈ മനുഷ്യന്റെ സാക്ഷ്യം കേട്ട് ആരുടെയും ഹൃദയം പൊട്ടി തകരല്ലേ. വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. കേരളത്തിലെ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ ഞാനിന് ഉള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ വിയർപ്പ് ഗ്രന്ഥി ഇല്ലല്ലോ. അതായത് എനിക്ക് പോലും 1.25 മണിക്കൂർ പവർ കട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് എക്സ് രായാവ് പറഞ്ഞതിൻ്റെ ധ്വനി. പണ്ട് മഞ്ജു വാര്യർ ഒരു സിനിമയിൽ ചോദിച്ച ഡയലോഗ് പോലെ ഈ ഞാൻ ആരാണെന്ന് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ ഞാൻ്റെ കൊണവതിയാരെ ഇവിടെ ഓർമ്മപ്പെടുത്തിയ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. അതിദരിദ്രരെ തുടച്ചു നീക്കിയിട്ടാണ് നിങ്ങൾ ഒടുക്കത്തെ ഇറക്കം ഇറങ്ങിപ്പോയതെങ്കിലും ഈ രാത്രിയിലെ പവർ കട്ടിന്റെ സമയത്ത് മെഴുകുതിരി വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ആളുകളും ഇവിടെ മിച്ചം ഉണ്ട്. പഴയ രായാവേ, നിങ്ങൾ പവർ കട്ടിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. മോൾക്ക് പുതിയ കമ്പനി തുടങ്ങാൻ സ്വന്തം പെൻഷനിൽ നിന്ന് കോടികൾ എടുത്ത് വീശിയ ഭാര്യ കൂടെ ഉണ്ടായിട്ട് ഒരു ഇൻവെർട്ടർ ഇതുവരെ വാങ്ങിക്കാൻ തരപ്പെട്ടില്ലേ പഴയ രായാവേ? അതും വേണ്ട, ഒരു എമർജൻസി ലൈറ്റ് പോലും വീട്ടിലില്ലെന്നാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇനി പവർ കട്ടിന്റെ കാര്യത്തിലേക്ക് വരാം. കേരളത്തെ ഇരുട്ടിലാക്കിയത് ഇപ്പോൾ വന്ന സർക്കാരാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ മിസ്റ്റർ? ഉമ്മൻചാണ്ടി 25 വർഷത്തേക്കുണ്ടാക്കിയ വില കുറഞ്ഞ വൈദ്യുതി കരാർ മാറ്റി പുതിയത് വലിയ വിലയ്ക്ക് വാങ്ങി അതിൻ്റെ കമ്മീഷനും അടിച്ചെടുത്തു. ഇപ്പോൾ ഒരു പുതിയ സർക്കാർ വന്നു. അവർക്കൊരു പുതിയ കരാർ ഉണ്ടാക്കാൻ സമയമെടുക്കുമെന്ന് അറിയാത്തവരാണോ നിങ്ങൾ? കേരളത്തോടുള്ള സ്നേഹം അത്രത്തോളം ഒലിച്ചു കിടന്ന ഭരണാധികാരി ആയിരുന്നു താങ്കളെങ്കിൽ അതുവരെയുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടിയിരുന്നത് നിങ്ങളല്ലേ? പുതിയ സർക്കാരിന് ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഇവിടെ ശീതൾ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ചൊരു മുഖ്യമന്ത്രിക്ക് ഒരു ഇൻവെർട്ടർ പോലും മേടിച്ച് വെക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, അതുമാത്രമല്ല കഴിഞ്ഞ 10 കൊല്ലം ഈ പറഞ്ഞ പോലെ ഭരിച്ച ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അന്നൊരു സംവിധാനം ചെയ്തു വെക്കാൻ പറ്റാതെ ഇപ്പോൾ ഉള്ളൊരു സർക്കാരിനെ ഒരു മാസം പോലും ആയിട്ടില്ല ഈ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട്. അപ്പം ആ ഒരു സർക്കാരിനെ കുറ്റം പറയുന്നതിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ യോജിപ്പില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം എല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം, ആ വെച്ചിട്ട് എന്തെങ്കിലും ഈ ഇപ്പം കയറിയ ഒരു അനാസ്ഥ മൂലം വീണ്ടും പവർ കട്ട് കറണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ, പവർ കട്ട് വീണ്ടും തുടരുവാണെങ്കിൽ അതിന് വന്നിരുന്ന് കുറ്റം പറയാം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ശീതൾ പറഞ്ഞ പോലെ
ഈ മെഴുകുതിരിയുടെയും അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കിൻ്റെയും കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് 1 മണിക്കൂർ ഒന്ന് കറണ്ട് പവർ കട്ടൊന്നും സഹിച്ച് പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിലും വലിയ കറണ്ട് പോലും ഇല്ലാതിരുന്നൊരു കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് ഇപ്പം വന്നിരുന്നിട്ട് 1 മണിക്കൂർ കറണ്ട് ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് അല്ലേ. അപ്പം പിന്നെ ഇപ്പം ഇതുപോലും ഇല്ലാത്ത ആളുകളുടെ അവസ്ഥയൊന്നും ആലോചിക്കും. ഇപ്പോഴും ഒരു മെഴുകുതിരി വിളക്ക് പോലും ഇല്ലാത്ത വീടുകളുണ്ട് ഓരോ സ്ഥലങ്ങളിൽ. കറണ്ടില്ലാതെ അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് പോലും ഇല്ലാതെ, അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കിൽ ഇപ്പോഴും ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മളതൊന്നും കാണാത്തതാണ്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരാം.